ഹായ് ഓൾ. ഈ വീഡിയോയിൽ ഫൈലം കോഡേറ്റയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലമാണ് കോഡേറ്റ. അതിന് മെയിൻലി 4 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിനും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്, പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് എ പോസ്റ്റ് എയ്നൽ ടെയിൽ. ഈ പിക്ചർ തന്നിട്ട് ഇതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താനായിട്ടും ചോദിക്കാറുണ്ട്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് കമ്പാരിസൺ ഓഫ് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സിൽ നോട്ടോകോഡ് കാണപ്പെടുന്നു, പക്ഷെ നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആയിരിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോഴ്സലാണ്, ഹോളോ ആയിരിക്കും സിംഗിൾ ആണെങ്കിൽ. നോൺ കോഡേറ്റ്സിൽ വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ ആയിരിക്കും. കോഡേറ്റ്സിൽ ഫാരിങ്സിൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്, പക്ഷെ നോൺ കോഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ്. ഹേർട്ട് വെൻട്രലി പ്ലേസ്ഡ് ആണ്, പക്ഷെ നോൺ കോഡേറ്റ്സിൽ ഡോഴ്സലി പ്ലേസ്ഡ് ആയിരിക്കും. കോഡേറ്റ്സിൽ പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസൻ്റ് ആണ്, നോൺ കോഡേറ്റ്സിൽ പോസ്റ്റ് ഏനൽ ടെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, മാക്സിമം പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സബ് ഫൈലം യൂറോകോഡേറ്റ, സബ് ഫൈലം സെഫാലോകോഡേറ്റ, സബ് ഫൈലം വെർട്ടിബ്രേറ്റ. യൂറോഡ് മീനിങ് ടെയിൽ എന്നാണ്. യൂറോകോഡേറ്റ്സിൽ നോട്ടോകോഡ് ലാർവൽ ടെയിലിൽ മാത്രമായിരിക്കും കാണപ്പെടുന്നത്. സബ് ഫൈലം യൂറോകോഡേറ്റ്സിന് എക്സാമ്പിൾസ് ആണ് അസീഡിയ, സാൽപ്പ, ഡോലിയോലം. യൂറോകോഡേറ്റ്സിനെ ട്യൂണിക്കേറ്റ് ആണ് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് സബ് ഫൈലം സെഫാലോകോഡേറ്റ. ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന നോട്ടോകോഡാണ്. അതേപോലെ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഈ നോട്ടോകോഡ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ബ്രാങ്കിയോസ്റ്റോമ ഓർ ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ്. യൂറോകോഡേറ്റ്സിനെയും സെഫാലോകോഡേറ്റ്സിനെയും കോമൺലി പ്രോട്ടോകോഡേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. ഇവിടെ എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. പിന്നീട് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതനുസരിച്ച് നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. അടുത്തതായി വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. വെർട്ടിബ്രേറ്റയെ മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ നാഥ ആൻഡ് നാഥോ സ്റ്റൊമേറ്റ. ജോസ് ഇല്ലാത്തവരെയാണ് എ നാഥയിൽ പറയുന്നത്. അതിൽ ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ വരുന്നു. ജോസ് ബിയേർഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നാഥോസ്റ്റൊമേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിനെ 2 സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഫിഷസ് വരുന്ന ഗ്രൂപ്പാണ് സൂപ്പർ ക്ലാസ് പിസസ്. അതിൽ വരുന്ന 2 ക്ലാസ്സുകളാണ് കോൺട്രക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ടെട്രാപോഡയിൽ 4 ക്ലാസ്സസ് ആണ് വരുന്നത്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. മറ്റ് ഫിഷസിൽ എക്ടോപാരസൈറ്റ്സ് ആയിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. റെസ്പിറേഷന് വേണ്ടിയിട്ട് ഏകദേശം 6 to 15 പെയർസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്താണ്. ജോസ് ആബ്സെൻ്റ് ആണ്. സ്കെയിൽസും പെയർഡ് ഫിൻസും ആബ്സെൻ്റ് ആയിരിക്കും. പിന്നീട് ഇവർ മെയിൻലി മറൈൻ ഓർഗാനിസംസ് ആണ്, പക്ഷേ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടർ റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ബ്രീഡിങ്ങിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാരൻസ് ഡൈ ആവുന്നു. അതിനുശേഷം ലാർവെ പതിയെ ബോഡി ചേഞ്ചസ് ഒക്കെ സംഭവിച്ച് തിരിച്ച് ഓഷ്യനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. എക്സാമ്പിൾസ് പെട്രോമൈസൺ ഓർ ലാംപ്രേ, മിക്സിൻ ഓർ ഹാഗ് ഫിഷ്. ഫിഷസ് വരുന്ന ഗ്രൂപ്പാണ് സൂപ്പർ ക്ലാസ് പിസസ്. സൂപ്പർ ക്ലാസ് പിസസിനെ 2 ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്ലാസ് കോൺട്രക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. ക്ലാസ് കോൺട്രക്ടൈസ്
ഈ ഓർഗാനിസത്തിൻ്റെ എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജിനസ് ആയിരിക്കും. മൗത്ത് വെൻട്രലി പ്ലേസ്ഡ് ആണ്. നോട്ടോകോഡ് ത്രൂ ഔട്ട് ലൈഫ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ടുള്ള ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്. ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പ്രസൻസ് ഓഫ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ടീത്ത് പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ ഒരു മോഡിഫിക്കേഷനായിട്ട് കാണപ്പെടുന്നു. എയർ ബ്ലാഡേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിങ്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് പോയ്ക്കിലോതേർമസ് ഓർ കോൾഡ് ബ്ലഡഡ്. ഈ ഓർഗാനിസത്തിന് ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് സറൗണ്ടിങ് വാട്ടർ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ബോഡി ടെമ്പറേച്ചറും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മെയിൽസിൽ പെൽവിക് ഫിൻസിൽ ക്ലാസ്പേഴ്സ് പ്രസൻ്റ് ആണ്. എക്സാമ്പിൾ ടോർപിഡോ. ഇലക്ട്രിക് ഓർഗൻ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ടോർപിഡോ. ദെൻ പോയിസണസ് സ്റ്റിങ് പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ട്രിഗൺ ഓർ സ്റ്റിങ് റേ. അതുകൂടാതെ സ്കോലിയോഡോൺ ഓർ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് ഓർ സോഫ് ഫിഷ്, കർക്കാരോഡോൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. നെക്സ്റ്റ് ക്ലാസ് ഓസ്റ്റിക്തൈസ്. ബോണി ആയിട്ടുള്ള എൻഡോസ്കെൽറ്റൻ ആണ്. മൗത്ത് മെയിൻലി ടെർമിനലി പ്ലേസ്ഡ് ആണ്. റെസ്പിറേഷനായിട്ട് 4 പെയർ ഗിൽസ് പ്രസൻ്റ് ആയിരിക്കും. അതുകൂടാതെ ഓപ്പർക്കുലവും പ്രസൻ്റ് ആണ്. ബൊയാൻസി റെഗുലേറ്റ് ചെയ്യാനായിട്ട് എയർ ബ്ലാഡർ ഉണ്ട്. 2 ചേമ്പേർഡ് ഹാർട്ടാണ്. പോയ്ക്കിലോതേർമസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ് പ്രസൻ്റ് ആയിരിക്കും. മറൈൻ ഫോംസിന് എക്സാമ്പിളാണ് എക്സോസീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോക്യാമ്പസ് ഓർ സീ ഹോഴ്സ്. ഫ്രഷ് വാട്ടർ ഫിഷസിന് എക്സാമ്പിളാണ് ലേബിയോ ഓർ റോഹു, കട്ല, ക്ലാരിയാസ് ഓർ മഗർ. അക്വേറിയം ഫിഷസ് ആണ് ബെറ്റ ഓർ ഫൈറ്റർ ഫിഷ്, ടീറോഫില്ലം ഓർ ഏഞ്ചൽ ഫിഷ്. എക്സാംസിന് മെയിൻലി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കോൺട്രക്ടൈസും ഓസ്റ്റിക്തൈസും തമ്മിലുള്ള വ്യത്യാസം. കോൺട്രക്ടൈസിലെ എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജിനസും ഓസ്റ്റിക്തൈസിൽ ബോണി ആയിട്ടുള്ള എൻഡോസ്കെൽറ്റനുമാണ്. കോൺട്രക്ടൈസിൽ വെൻട്രലി പ്ലേസ്ഡ് മൗത്തും ഓസ്റ്റിക്തൈസിൽ ടെർമിനലി പ്ലേസ്ഡ് മൗത്തും ആയിരിക്കും. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടതാണ് കോൺട്രക്ടൈസിൽ പ്ലക്കോയിഡ് സ്കെയിൽസും ഓസ്റ്റിക്തൈസിൽ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. കോൺട്രക്ടൈസിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ഓസ്റ്റിക്തൈസിൽ പ്രസൻ്റ് ആണ്. കോൺട്രക്ടൈസ് വിവിപാരസും ഓസ്റ്റിക്തൈസ് ഒവിപാരസും ആണ്. കോൺട്രക്ടൈസിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനും ഓസ്റ്റിക്തൈസിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനുമാണ്. പിന്നീട് ഓപ്പർക്കുലം ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷേ ഓസ്റ്റിക്തൈസിൽ ഓപ്പർക്കുലം പ്രസൻ്റ് ആയിരിക്കും.